Hi everyone, welcome back to English Ladder. ഞാൻ ലിൻഡോ ജോൺ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പെർമിഷൻസ് ചോദിക്കുക എന്നാണ്. ഓക്കെ, ഇംഗ്ലീഷിൽ പെർമിഷൻ ചോദിക്കുക എന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമല്ല. 4 യൂസേജസ് അറിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പെർമിഷൻസ് ചോദിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് എടുക്കേണ്ടതെന്ന് കുറച്ചൊന്നും ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ചിന്ത, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കായിട്ട് വീഡിയോ ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പെർമിഷൻസ് എടുക്കാറുണ്ട് ഇല്ലേ? ഇപ്പോൾ കുട്ടികളാണെങ്കിൽ പാരൻസിൻ്റെ പെർമിഷൻ എടുക്കും. കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ മാനേജേഴ്സിൻ്റെയും ബോസിൻ്റെയൊക്കെ പെർമിഷൻ എടുക്കും. ചിലപ്പോൾ ലീവ് ചോദിക്കും, ചിലപ്പോൾ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിക്കും. ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ പെർമിഷൻ ചോദിക്കും, ഭാര്യമാർ ഭർത്താക്കന്മാരുടെ പെർമിഷൻ ചോദിക്കും, ചില പാരൻസ് മക്കളുടെ പെർമിഷൻ ചോദിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ ലൈഫിൽ പെർമിഷൻസ് ചോദിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പെർമിഷൻ ചോദിക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമുക്കൊരു 4 യൂസേജ് വെച്ച് പെട്ടെന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പെർമിഷൻസ് പഠിക്കാം. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം എന്നോട് കുറച്ച് ആളുകൾ മെസ്സേജ് ചെയ്തായിരുന്നു, യൂട്യൂബിലൂടെ അല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ന് ചോദിച്ചു. ഡെഫിനറ്റായിട്ടും പറ്റും കേട്ടോ. നമുക്ക് ഇംഗ്ലീഷ് ലാഡറിന് വാട്സാപ്പിലൂടെയുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഒപ്പം 1-on-1 പേഴ്സണൽ ട്രെയിനേഴ്സിൻ്റെ സഹായത്തോടെയുള്ള ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. വാട്സാപ്പിലാണെന്ന് വെച്ചൊട്ടും കുറച്ച് കാണണ്ട. വാട്സാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയൽസ് തരാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. നിങ്ങളുടെ ഈ വീഡിയോസിലൊക്കെ കാണുന്ന നമ്മുടെ ട്രെയിനേഴ്സ് തന്നെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർ ഒട്ടും പഠിക്കേണ്ട, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങളെ നല്ല ഭംഗിയായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാം. അപ്പോൾ നമ്മളിനി സമയം കളയണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു 4 യൂസേജ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പെർമിഷൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഈ 4 യൂസേജ് പഠിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. നമ്മളൊരു വ്യക്തിയോട് പെർമിഷൻ ചോദിക്കുമ്പോൾ 3-4 കാര്യങ്ങൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നമ്മൾ എത്ര അത്യാവശ്യത്തോടുകൂടെയാണ് നമ്മളൊരു പെർമിഷൻ ചോദിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് എന്തുമാത്രം അർജൻസി ഉണ്ട് ഒരു പെർമിഷൻ ചോദിക്കാൻ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, പെർമിഷൻ ചോദിക്കുന്ന ആളുമായിട്ട് നമുക്ക് എന്തുമാത്രം വ്യക്തിബന്ധമുണ്ട്, നമുക്ക് എന്തുമാത്രം റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. 3, നമ്മൾ ഫോർമലായിട്ടാണോ ഇൻഫോർമലായിട്ടാണോ നമ്മൾ ഈ പെർമിഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. 4, നമ്മൾ ചോദിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു വ്യക്തിയോട് നമ്മൾ പെർമിഷൻ ചോദിക്കുക. അപ്പോൾ ഞാൻ ഇനി പറയാം ഏതൊക്കെയാണ് നമ്മൾ പെർമിഷൻ ചോദിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ യൂസേജസ് എന്ന്. ഓക്കെ, ഒന്നാമത്തെ, can I get a glass of water? എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ? Can I get a glass of water? അപ്പോൾ can I എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്കൊന്ന് മേക്ക് ഷുവർ ചെയ്ത് തരാം. ഓക്കെ, can I ഉപയോഗിക്കുന്നത് എപ്പോഴും വളരെ ഇൻഫോർമലായിട്ടാണ്. നമുക്ക് വളരെ പരിചയമുള്ള ആളുടെ അടുത്ത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് can I ചോദിച്ചിട്ട് നമുക്ക് അങ്ങ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, can I take your car's key എന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മുടെ കാറിൻ്റെ കീ എടുത്തതിന് ശേഷം വേണമെങ്കിൽ പറയാം can I take your car's key. കാരണം നമുക്ക് അത്രയും ആ വ്യക്തിയായിട്ട് നമുക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് വളരെ ഇൻഫോർമലായിട്ട് നമുക്ക് വളരെ പരിചയമുള്ള ആളുകളുടെ അടുത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കുക, can I. അപ്പോൾ can I വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുക. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ, ഞാൻ അവളോട് സംസാരിച്ചോട്ടെ. നമുക്ക് ചോദിക്കാം can I talk to her? നമ്മുടെ ഒരു അടുത്ത ഫ്രണ്ട് ആയിരിക്കും, അവളോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് നമുക്കൊന്ന് ചോദിക്കണം. അപ്പോൾ നമുക്ക് ചോദിക്കാം അങ്ങനെ can I talk to her? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം can I use your car tomorrow? ഞാൻ നിൻ്റെ കാറ് നാളെ ഒന്ന് ഉപയോഗിച്ചോട്ടെ. എങ്ങനെ പറയാം? Can I use your car tomorrow? ഞാനൊന്ന് ഇരുന്നോട്ടെ ഇവിടെ. Can I sit here? അത് നമുക്ക് ചോദിക്കാം. നമുക്ക് പരിചയമുള്ള ആളാണെങ്കിലാണ് നമ്മൾ ചോദിക്കുക അങ്ങനെ can I sit here? ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിക്കാം. അപ്പോഴേക്കും നമ്മൾ ചിലപ്പോൾ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ യൂസേജ് പഠിക്കാം കേട്ടോ. രണ്ടാമത്തെ യൂസേജ് എന്ന് പറയുന്നത് could I എന്നാണ്. ഓക്കെ, could I drink a glass of water or could I speak to them എന്ന് നമ്മൾ ചോദിക്കും. ഓക്കെ, could I എവിടെയാണ് ഉപയോഗിക്കുക? could I ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് വലിയ ഫോമലല്ല, വലിയ ഇൻഫോർമലല്ല, ഒരു മിഡിൽ സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ, നമുക്കറിയാം ചിലപ്പോൾ അറിയാതിരിക്കാം, പക്ഷെ വളരെ പൊളൈറ്റായിട്ട് നമുക്കൊരു കാര്യം ഒരു വ്യക്തിയോട് ചോദിക്കണമെങ്കിൽ അവർ തരില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് പൊളൈറ്റായിട്ട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സ്ട്രക്ചറാണ് could I. Okay, could I drink a glass of water? ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോട്ടെ. could I watch this film? ഞാൻ ഈ സിനിമ കണ്ടോട്ടെ.
കുഡ് ഐ ബോറോ യുവർ പെൻസിൽ, ഞാൻ നിൻ്റെ പെൻസിൽ ഒന്ന് മേടിച്ചോട്ടെ. കുഡ് ഐ ടേക്ക് ദിസ് പെൻ, കുഡ് ഐ ടേക്ക് ദിസ് പെൻ, ഞാൻ ഈ പേനയൊന്ന് എടുത്തോട്ടെ. ഓക്കെ, കുഡ് ഐ ഉപയോഗിക്കുന്നവരെയാണ് വളരെ പൊളൈറ്റ് ആയിട്ട് ഫോർമലായിട്ട് നമുക്കൊരു വ്യക്തിയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, കുഡ് ഐ എന്ന് പറയുന്ന എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ക്യാൻ ഐ ഉപയോഗിക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്താണ്. കുഡ് ഐ ഉപയോഗിക്കുന്നത് നമുക്ക് വലിയ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നമുക്ക് വളരെ റെസ്പെക്റ്റോട് കൂടെ ഒരു കാര്യം ചോദിക്കണമെങ്കിലാണ് നമ്മൾ കുഡ് ഐ ഉപയോഗിക്കുക. മൂന്നാമത്തേതാണ് മേ ഐ. ഓക്കെ, എന്താണ് മേ ഐ? നമ്മൾ മേ ഐ ഡ്രിങ്ക് എ ഗ്ലാസ് ഓഫ് വാട്ടർ, മേ ഐ കം ഇൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ചോദിക്കും മേ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പെർമിഷൻ എപ്പോഴും ആളുകൾ ഉപയോഗിക്കാറുള്ള ഒരു യൂസേജാണ് മേ ഐ എന്ന് പറയുന്നത്. മേ ഐ എന്ന് പറയുന്നത് തികച്ചും ഫോർമലായിട്ടുള്ള ഒരു യൂസേജാണ്, തികച്ചും ഫോർമലായിട്ടുള്ള ഒരു യൂസേജാണ്. മാത്രമല്ല അത് തികച്ചും പൊളൈറ്റ് ആയിട്ടുള്ള, എപ്പോഴും നമ്മൾ ഒരു ഫോർമൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പെർമിഷൻ എടുക്കണമെങ്കിൽ മേ ഐ ടേക്ക് ലീവ് ടുമോറോ, ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ. മേ ഐ ഗോ ഔട്ട് നൗ, ഞാനൊന്ന് പുറത്തേക്ക് പോയിക്കോട്ടെ. മേ ഐ ലീവ് നൗ, ഞാനൊന്ന് പൊക്കോട്ടെ എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താണ് മേ ഐ? ഓക്കെ, മേ ഐ വാച്ച് ദിസ് ഫിലിം, ഞാൻ ഈ സിനിമ കണ്ടോട്ടെ. മേ ഐ സ്പീക്ക് ടു ദം, ഞാൻ അവരോടൊന്ന് സംസാരിച്ചോട്ടെ. മേ ഐ പിക്ക് അപ്പ് ദിസ് കോൾ, ഞാൻ ഈ കോളൊന്ന് എടുത്തോട്ടെ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ മേ ഐ. ഓക്കെ, തികച്ചും ഫോർമലായിട്ട്, വളരെ ഫോർമലായിട്ട് നമ്മുടെ ഓഫീസിലും ബാക്കി നമ്മളൊരു ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴും നമുക്കൊന്ന് ഇൻ്റർവ്യൂവിന് ചെന്നു, നമുക്കൊന്ന് ഇരിക്കണം, നമുക്ക് ചോദിക്കാം മേ ഐ സിറ്റ്. ഓക്കെ, അപ്പോൾ നാലാമത്തെ യൂസേജാണ് ഡു യു മൈൻഡ് ഇഫ് ഐ. ഓക്കെ, ഡു യു മൈൻഡ് ഇഫ് ഐ ഡ്രിങ്ക് ദിസ് വാട്ടർ, ഞാൻ ഈ വെള്ളം കുടിച്ചോട്ടെ, ഞാൻ ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. എവിടെയാണ് ഡു യു മൈൻഡ് ഇഫ് ഐ എന്ന് പറയുന്ന യൂസേജ് ഉപയോഗിക്കുക? അതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഡു യു മൈൻഡ് ഇഫ് ഐ എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കുന്നത് കൊണ്ട്, നമ്മളൊരു പെർമിഷൻ എടുക്കുന്നത് കൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാകാം എന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് നമ്മൾ ഈ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഡു യു മൈൻഡ് ഇഫ് ഐ യൂസ് യുവർ കാർ ടുമോറോ, ഞാൻ താങ്കളുടെ കാർ നാളെ ഒന്ന് ഉപയോഗിച്ചോട്ടെ, ഞാൻ താങ്കളുടെ കാർ നാളെ ഉപയോഗിക്കുന്നതിൽ താങ്കൾക്ക് കുഴപ്പമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല, അയാൾക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഇതിനോട് ഉണ്ടായേക്കാം എന്നുള്ളിടത്താണ് നമ്മൾ ഡു യു മൈൻഡ് ഇഫ് ഐ എന്ന് പറയുന്ന യൂസേജ് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി ഇവയ്ക്ക് ഉത്തരം കൊടുക്കുമ്പോഴും ചില വ്യത്യാസങ്ങളുണ്ട്. ക്യാൻ ഐ ഡ്രിങ്ക് ദിസ് വാട്ടർ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യെസ് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഓക്കെ, നിങ്ങൾ വെള്ളം കുടിച്ചോളൂ എന്നാണ്. മേ ഐ ഡ്രിങ്ക് ദിസ് വാട്ടർ എന്ന് ചോദിച്ചാൽ നമ്മൾ യെസ് പറഞ്ഞാൽ അത് നിങ്ങൾ കുടിച്ചോളൂ എന്ന് തന്നെയാണ് അർത്ഥം. കുഡ് ഐ ഡ്രിങ്ക് ദിസ് വാട്ടർ എന്ന് ചോദിക്കുമ്പോഴും യെസ് പറഞ്ഞാൽ അതിന് നിങ്ങൾ കുടിച്ചോളൂ, ആ പെർമിഷൻ തരികയാണ് എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഡു യു മൈൻഡ് ഇഫ് ഐ ഡ്രിങ്ക് ദിസ് വാട്ടർ എന്ന് ചോദിക്കുമ്പോൾ ഒരു വ്യക്തി യെസ് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ആ വെള്ളം കുടിക്കരുത് എന്നാണ്. ഡു യു മൈൻഡ് ഇഫ് ഐ എന്നുള്ളതിന് മാത്രമാണ് ആ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. ബാക്കിയുള്ളതിനെല്ലാം ഉത്തരങ്ങൾ ഒരുപോലെ ആയിരിക്കും. ഞാൻ ഈ വെള്ളം കുടിക്കുന്നതുകൊണ്ട് താങ്കൾക്ക് കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യെസ് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, കുഴപ്പമുണ്ടെന്നാണ്. പകരം അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് നോ എന്നുള്ള ആൻസറാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ 4 എണ്ണത്തിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒരു സെൻറ്റൻസ് തന്നെ 4 രീതിയിൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് വൺ, ഞാൻ ഇരുന്നോട്ടെ, ഞാൻ ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിക്കുകയാണ് ക്യാൻ ഐ സിറ്റ്, രണ്ടാമത് ഉപയോഗിക്കുകയാണ് കുഡ് ഐ സിറ്റ്, 3 നമ്മൾ ഉപയോഗിക്കുകയാണ് മേ ഐ സിറ്റ്, 4 ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഓക്കെ, നിങ്ങൾക്ക് ഞാനിവിടെ ഇരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, ഞാൻ അവളോട് സംസാരിച്ചോട്ടെ, ഞാൻ അവളോട് സംസാരിച്ചോട്ടെ. ക്യാൻ ഐ സ്പീക്ക് ടു ഹർ, കുഡ് ഐ സ്പീക്ക് ടു ഹർ, മേ ഐ സ്പീക്ക് ടു ഹർ, ഡു യു മൈൻഡ് ഇഫ് ഐ സ്പീക്ക് ടു ഹർ. ഓക്കെ, നമുക്കൊരു വ്യക്തിയോട് പറയുകയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ, ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ. ഭയങ്കര രസമുള്ള കാര്യമാണല്ലേ. നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു വ്യക്തിയോട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ആ സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുക ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പകരം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ കുറച്ചും കൂടി അഡ്വാൻസ്ഡായി പെർമിഷൻ ചോദിച്ചിട്ടൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പെർമിഷൻ ചോദിച്ചിട്ട് ഒരു വ്യക്തിയോട് ഒരു സ്നേഹം പറയുക, ക്യാൻ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ. മേ ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ. കുഡ് ഐ ലവ് യു. ഏറ്റവും അവസാനത്താണ് ഏറ്റവും അടിപൊളി. നമുക്കറിയാം അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നു, അതുകൊണ്ട് വളരെ ഡീസൻ്റായിട്ട് ചോദിക്കാം ഡു യു മൈൻഡ് ഇഫ് ഐ ലവ് യു. ഓക്കെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ നിന്നെ സ്നേഹിച്ചോട്ടെ എന്നും. അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന കുട്ടി അവരുടെ വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ, നല്ല തണ്ടും തടിയുള്ള ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും ക്യാൻ ഐ ബ്രേക്ക് യുവർ ലെഗ്, ഞാൻ നിൻ്റെ കാല് തല്ലി ഓടിച്ചോട്ടെ. കുഡ് ഐ ബ്രേക്ക് യുവർ ലെഗ്, വളരെ ഫോർമലായിട്ട് ചോദിക്കും കുഡ് ഐ ബ്രേക്ക് യുവർ ലെഗ്, ഞാൻ നിൻ്റെ കാല് തല്ലി ഓടിച്ചോട്ടെ. മേ ഐ ബ്രേക്ക് യുവർ ലെഗ്,
ഞാൻ നിൻ്റെ കാല് തല്ലി ഓടിച്ചോട്ടെ? ഡു യു മൈൻഡ് ഇഫ് ഐ ബ്രേക്ക് യുവർ ലെഗ്? ഞാൻ നിൻ്റെ കാല് തല്ലി ഓടിക്കുന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ തല്ലി ഓടിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ ഡീസൻ്റായിട്ട് ചോദിക്കുക, തല്ലി കിട്ടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓഫീസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെയാണ് ലീവ് ചോദിക്കുക? ഓക്കെ, നമ്മൾ നമ്മുടെ മാനേജറായിട്ട് നമ്മുടെ ബോസായിട്ട് വളരെ ഫ്രണ്ട്ലി ആണെങ്കിൽ നമുക്ക് ചോദിക്കാം, ക്യാൻ ഐ ടേക്ക് എ ലീവ് ടുമാറോ? ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ. അല്ലെങ്കിൽ വളരെ പൊളൈറ്റായിട്ട് ചോദിക്കാം, കുഡ് ഐ ടേക്ക് എ ലീവ് ടുമാറോ? ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ. മേ ഐ ടേക്ക് എ ലീവ് ടുമാറോ? വളരെ ഫോമലായിട്ടുള്ള വഴിയാണ്, മേ ഐ ടേക്ക് എ ലീവ് ടുമാറോ? ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ. ഇനി നമുക്കറിയാം, നമ്മൾ ലീവ് ചോദിക്കുന്നത് എപ്പോഴും നമ്മുടെ ബോസിന് അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സിന് ഒരു അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഏറ്റവും നല്ല യൂസേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഡു യു മൈൻഡ് ഇഫ് ഐ ടേക്ക് എ ലീവ് ടുമാറോ? ഓക്കെ, ഡു യു മൈൻഡ് ഇഫ് ഐ ടേക്ക് എ ലീവ് ടുമാറോ? ഞാൻ നാളെ ഒരു ലീവ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഞാൻ നാളെ ഒരു ലീവ് എടുത്തോട്ടെ എന്ന് വളരെ ഡീസൻ്റായിട്ട് നമുക്ക് ചോദിക്കാം. ഡു യു മൈൻഡ് ഇഫ് ഐ ടേക്ക് എ ലീവ് ടുമാറോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 4 യൂസേജസ്. can I, could I, may I and do you mind if I. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളോട് ഒത്തിരി എക്സാമ്പിൾസ് പറഞ്ഞു. ഇനി നിങ്ങളുടേതായിട്ടുള്ളൊരു എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. അത് നമുക്കൊരു ലേണിംഗ് പ്രോസസ്സിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ഓൺ സെൻറ്റൻസ് ആയിരിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഓൺ പെർമിഷൻ ആയിരിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ അല്ല, പകരം നിങ്ങളൊരു എക്സാമ്പിൾ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് മേക്ക് ഷുവർ ചെയ്യാൻ പറ്റും. ക്യാനും മേയും കുഡും ഡു യു മൈൻഡ് ഇഫ് ഐ ഉപയോഗിച്ച് ചെയ്യാൻ വരണമെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും. മറക്കരുത്, കൂട്ടുകാരൊക്കെ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ, ഉപയോഗിക്കാൻ, ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ഇറ്റ്സ് ബൈ ഫ്രം ലിൻറ്റോ.